അപ്പം നമ്മളെ ഷോപ്പിൽ നിന്ന് എല്ലാവരെയും കണ്ട് ഇറങ്ങുകയാണ്. ഇത് ഇവിടുത്തെ പരസ്യം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇനി നേരെ നല്ല ബീച്ചിലേക്ക് പോകുന്ന പ്ലാനിങ് ആണ്. ബീച്ചിൽ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പോയി മെല്ലെ നോക്കട്ടെ. ബീച്ചായതുകൊണ്ട് തന്നെ ബോട്ടുകൾ ഇഷ്ടംപോലെ എന്തുണ്ട്. കാറിൻ്റെ മുകളിൽ ടോയ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. ചെറിയ ബോട്ടുണ്ട്, വലിയ ബോട്ടുണ്ട്, ഓപ്പൺ ബോട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. ഇപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോഴേക്കും വണ്ടികളൊക്കെ പോയി. അത്യാവശ്യം നല്ല എന്തുണ്ട്, തിരക്കുണ്ട്. ഇത് ക്രോസ് ചെയ്യാൻ റോഡിൻ്റെ നടുവിൽ കൂടെ എന്തുണ്ട്, ബാരിക്കേഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അവിടെ ഒരു സ്റ്റെയറൊക്കെ കാണുന്നുണ്ട്. വർക്കിംഗ് ആണോ, ആൾക്കാർ പാസ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. അതിൻ്റെ അപ്പുറത്തൊരു വഴി കാണുന്നുണ്ട്, അതിലെ മെല്ലെ പോയി നോക്കട്ടെ. അപ്പം ഇവിടെ ഒരു സ്റ്റെയർ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സ്റ്റെയറിന് കയറിയിട്ട് അപ്പുറത്തേക്ക് പോകാമെന്ന് ഇപ്പോൾ ഒരാളടുത്ത് ചോദിച്ചപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞു തന്നു. അപ്പം എന്ത് ചെയ്യാം, നല്ല ഈ സ്റ്റെയർ കയറാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ കുവൈത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അറബി മര്യാദയ്ക്ക് അറിയില്ല, ഹിന്ദി കുറച്ചറിയാം. അതൊക്കെ വെച്ചാണ് ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്താവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പുറം കാണുന്നതാണ് എന്ത്, ബീച്ചിന് അടുത്ത് എന്ത് ഷോപ്പുകൾ, കഫ്തീരിയകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതിലെ കയറി പോകാമെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആണെന്ന് തോന്നുന്നു. സംഭവം ക്ലോസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. എക്സ്പിലേറ്ററാണ്. ഇത് എവിടേക്കാണ് പോയി ചാടുന്നതെന്നൊന്നും അറിയുന്നില്ല. നല്ല കുത്തനുള്ള എക്സ്പിലേറ്ററാണ്. എൻ്റെ അമ്പോ, ഇതിൻ്റെ ഉള്ളിൽ പെരിച്ചൂടാണ്, പുറത്തത്തെ ചൂടില്ല. എൻ്റെ അമ്പോ, നല്ല അഡാറ് ലുക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ. ക്യാമറയിൽ ക്ലിയറായിട്ട് കാണത്തില്ല, കാരണം മൊബൈലിൻ്റെ ചെറിയ ക്യാമറയാണ്. അഡാറ് ലുക്ക് എന്ന് വെച്ചാൽ അഡാറ് ലുക്ക്. താഴെക്കൂടെ വണ്ടി വരുന്നതിൻ്റെ ലൈറ്റ്, മുകളിൽ മറ്റേ പോസ്റ്റിൻ്റെ ലൈറ്റ് നിരന്ന് നിൽക്കണ്. അഡാറ് ലുക്ക് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫ്ലാഷ് ഓണാക്കിയിരിക്കുന്നത് ഒരു ടോർച്ചിന് വേണ്ടിയിട്ടാണ്. കാരണം ഒന്നും എന്തില്ല, അതിൻ്റെ ഉള്ളിൽ ക്ലിയറില്ല. എന്തായാലും റോഡിൻ്റെ ഇക്കരെ എത്തിക്കുന്ന വർക്കിംഗ് അല്ലാത്ത ഡോർ ഓപ്പൺ ആണോന്ന് പോലും അറിയത്തില്ല. ആണ് കുത്തനെന്ന് വെച്ചാൽ വളരെ കുത്തനെയാണ് ഇതിൻ്റെ എക്സ്പിലേറ്റർ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി കയറി പോകുന്നതായതുകൊണ്ട് അങ്ങനെ കയറുമ്പം പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് നടന്ന് കയറുമ്പോൾ വളരെ കുത്തനെയാണ്. അങ്ങനെ ബീച്ചിലെത്തി. ബീച്ചിൻ്റെ കാറ്റ്, ബീച്ചിൻ്റെ മണം, നാടിനെ മിസ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് ബീച്ചിലേക്ക് എങ്ങനെ ഇറങ്ങും എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഫൈനലി ഈ ബീച്ചിൻ്റെ എൻട്രൻസ് ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ്. മൊത്തം ലോക്കാണെങ്കിലും മണലിലേക്ക് ഇറങ്ങാം. പക്ഷേ
കുളിക്കരുത്, വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പുതിയ ടാറിങ് ചെയ്തിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങളങ്ങനെ ബീച്ചിലിട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഞങ്ങളല്ല, ഞാൻ. ഇവിടെയൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അയ്യോ, മണലിറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. എന്താ പറയുക, വളരെ ഭയങ്കര സന്തോഷം. ഒരു ചെറിയ കാറ്റുണ്ട്, ചെറിയൊരു തണുത്ത കാറ്റുണ്ട്. തണുപ്പെന്ന് പറയാൻ പറ്റില്ല, ചൂട്, ചെറിയ ചൂട് കാറ്റ് അങ്ങനെ തന്നെ പറയാം. അത്യാവശ്യം എന്താ പറയുക, വലിയൊരു സിറ്റിയാണ് അപ്പം കാണുന്നത്. ഇങ്ങനെ എന്താ, ഫൈനലി അങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തെത്തി. ഓവറങ്ങനെ